സൗമ്യ വ്ലോഗ് ഇസ്രയേലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ 1-ാം തീയതി വൈകുന്നേരം ഒരു 7:30 നമുക്ക് ഇസ്രയേലിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഫാമിലി ഒത്തിരി വിഷമത്തിലായി. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രയേലിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ന്യൂസ് വഴി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അവരുടെ കുടുംബത്തിലെ ഒരംഗം ഇസ്രയേലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഫാമിലി, അതുപോലെ പേരൻസ്, കുട്ടികൾ, അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാവും. നമ്മുടെ ഇസ്രയേലിൽ ടൈം 7:30-8 മണി എന്നൊക്കെ പറയുന്നത് അവിടെ നാട്ടിൽ 11 മണി 12 മണിയൊക്കെ ആകുന്ന സമയമാണ്. അപ്പോൾ അവർ ഉറങ്ങാതെ TV-യിൽ ഓരോ ചാനലും മാറ്റി മാറ്റി വെച്ച് അവർ നോക്കിയിരിക്കുവാണ്. അപ്പോൾ അവർക്ക് ഇസ്രയേലിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നാട്ടിലുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇസ്രയേലിൽ നമുക്ക് തരുന്ന സപ്പോർട്ട് അത് ഒത്തിരി വലുതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് എൻ്റെ അനുഭവം എന്നാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒക്ടോബർ 1-ാം തീയതി വൈകുന്നേരം 7:30-8 മണിക്കാണ് ഈ അലാറം അടിക്കുന്നതും ഇറാൻ്റെ മിസൈൽ ഇസ്രയേലിലോട്ട് വരുന്നതും. അപ്പം ഈ 1-ാം തീയതി ഉച്ചയോടുകൂടി തന്നെ എല്ലാവരിലും ഈ ഇൻഫർമേഷൻ എത്തിച്ച് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കണം. ഇതുപോലെ ഇറാൻ്റെ സൈഡിൽ നിന്ന് മിസൈൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള അറിയിപ്പ് ഇസ്രയേൽ നേരത്തെ തന്നെ എല്ലാ ജനങ്ങളിലും എത്തിച്ചതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ എംപ്ലോയറുടെ ഫാമിലി നമ്മളെ വിളിച്ചിട്ട് ഇതുപോലെ ഇന്നപോലെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ആക്രമണം ഉണ്ടാവും, നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണം. പിന്നെ അത് തന്നെയല്ല, ഇവർ വിളിച്ച് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അച്ഛനെയോ അമ്മയോ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അവരിങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, അവരെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ബാങ്കർ റൂമിലോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ, മമാദ് എന്നാണ് ഇവിടെ പറയുന്നത്, ആ റൂമിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവരെ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കിക്കൊള്ളുക. അങ്ങനെയാണ്. അത്രയ്ക്കും അവർ നമുക്ക് സപ്പോർട്ടാണ്. അവരുടെ വീട്ടിലുള്ള അവരുടെ സ്വന്തം അച്ഛനെ അമ്മയെ കഴിഞ്ഞും കൂടുതൽ നമ്മളെ ആണ് അവർ കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് അങ്ങനെ പറയാം, നിങ്ങളുടെ സേഫ്റ്റി നോക്കിക്കോണം. അപ്പോൾ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്താണ് ഇസ്രയേലുകൾ നമ്മുടെ അടുത്ത്, അത്രയ്ക്കും നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും മിസൈലുകൾ ഇസ്രയേലിൽ വന്നിട്ടും അയൺ ഡോം വഴി ആ എല്ലാ മിസൈലുകളും നിർവീര്യമാക്കാനായിട്ട് ഇസ്രയേലിന് സാധിച്ചു. ഒരെണ്ണം പോലും താഴെ വീഴാനോ ഇസ്രയേലികൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നമ്മളത് പാലിച്ചാൽ നമുക്ക് 100% സുരക്ഷിതത്വം തന്നെയാണ് ഇവിടെ ഇസ്രയേലിൽ. പിന്നെ ഇത് പറയുന്ന കേൾക്കാതെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ പുറത്തൂടെ ഇറങ്ങി നടന്നാൽ ചിലപ്പം ഈ അയൺ ഡോം വഴി ഈ മിസൈൽ നിർവീര്യമാക്കുമ്പോൾ അതിൻ്റെ പാർട്സ് താഴെ വീഴാനും അതുവഴി നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവർ തരുന്ന ഇൻഫർമേഷൻ നമ്മൾ അതനുസരിച്ച് പാലിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇവിടെ ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്നവരും പിന്നെ ഇസ്രയേലിലോട്ട് വരാനിരിക്കുന്നവർക്കൊക്കെയാണ് ഒരുപാട് പേടി, ഇതെന്താ ഇവിടെ ഇങ്ങനെ യുദ്ധമാണോ, അതുപോലെ നാട്ടിൽ നിൽക്കുന്നവരെല്ലാം നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പ്രശ്നമാണ്. പക്ഷേ നമ്മൾ 100% ഇവിടെ സുരക്ഷിതത്വത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഓരോരുത്തരും. അപ്പം നമ്മുടെ സേഫ്റ്റിയാണ് ഇസ്രയേലികൾ മെയിനായിട്ട് നോക്കുന്നത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ, നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ഫാമിലി നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിൽ കൂടുതൽ കെയറിങ് ആണ് അവർ നമുക്ക് തരുന്നത്. അവരുടെ ജീവനെ കഴിഞ്ഞും കൂടുതൽ വില നമുക്ക് തരുന്നുണ്ട്. അവരുടെ പേരൻസിനെ നമ്മൾ നോക്കുവാണ്. അവർ പറയുന്ന അവരുടെ പേരൻസിനെ അവരെ കെയർ ചെയ്യില്ല, അവരെ നിങ്ങൾ മമാദിലോട്ട് അല്ലെ ബാങ്കർ റൂമിലോട്ട് കൊണ്ടുപോയില്ലെങ്കിലും നിങ്ങളുടെ സേഫ്റ്റി നോക്കിക്കോണം, നിങ്ങൾ പൊക്കോ, അങ്ങനെയാണ് അവർ പറയുന്നത്. അത്രയ്ക്കും നമ്മളെ അവർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ ഇതോടെ പറയേണ്ടത്, നമ്മുടെ ഈ നാട്ടിലുള്ള ന്യൂസ് ചാനലുകൾ നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നാട്ടിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയൊക്കെ രാത്രിയിൽ അവർ ഉറങ്ങേണ്ട സമയത്ത് 12 മണിക്ക് അവർ വിളിച്ച് കരയോ ഈ ന്യൂസ് കണ്ടിട്ട്. നമ്മളിവിടെ ഇതാണ് ഞങ്ങളുടെ സേഫ്റ്റി റൂം, ബാങ്കർ റൂം, മമാദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡോറിങ്ങനെ ഇരുമ്പ് ഡോറാണ്, ഇങ്ങനെ ലോക്കാക്കിയിട്ട് വേറെ ഇനിയൊരു ഡോർ കൂടെ ഉണ്ട്, ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ വിൻഡോസ്, ഇതും
ഇങ്ങനെ ഇരുമ്പിൻ്റെ തന്നെ ഇതാണ്. ഇത് പുറത്തൊരു ഡോറ്. ഇതാണ് ഞങ്ങളുടെ ബാങ്കർ റൂം. ഇവിടെ നാട്ടിലെ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് അവർ ഉറങ്ങാതിരുന്നിട്ട് നമ്മളെ വിളിച്ച് കരയുക. ഇതുപോലെ ന്യൂസിനകത്ത് പറയുന്നത് അവിടെ ഇസ്രയേൽ ഭയങ്കര പ്രതിസന്ധിയിലാണ്, മിസൈൽ വീണ് കുറേ പേര് മരിച്ചു, കുറേ പേർക്ക് അപകടമാണ്, ആകപ്പാടെ ഗുരുതരാവസ്ഥയിലാണ്, ഇസ്രയേലിൻ്റെ അവസ്ഥ ഇപ്പം ഭയങ്കരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ന്യൂസ് കണ്ടിട്ട് നമ്മളെ വിളിച്ച് അവർ അതുപോലെ കരയും. അവർക്ക് അത്രമാത്രം ടെൻഷനുണ്ട്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞങ്ങളിവിടെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ ഇസ്രയേലി പൗരന്മാരെ പോലെ തന്നെയാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും. ഞങ്ങൾ 100% സുരക്ഷിതത്തിൽ തന്നെയാണ് ഇവിടെ ഇസ്രയേൽ വർക്ക് ചെയ്യുന്നത്. ഇസ്രയേലിലെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്രയേലികളുടെ എല്ലാവിധ 100% സപ്പോർട്ട് നമുക്കുണ്ട്. എൻ്റെ ഇത്രയും വർഷത്തെ ഇവിടുത്തെ പ്രവൃത്തി പരിചയം വെച്ച് ഞാൻ പറയുകയാണ്, ഫുൾ സപ്പോർട്ടുണ്ട് നമുക്ക് ഇസ്രയേലിൻ്റെ. നിങ്ങളാരും പേടിക്കേണ്ട, ഞങ്ങൾ ഇവരുടെ സുരക്ഷിതത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ബൈ.